അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സഹോദരിമാർ പലപ്പോഴും ചോദിക്കാറുള്ള ചില സംശയങ്ങൾക്കാണ് ഇപ്പോൾ മറുപടി പറയുന്നത്. അവരുടെ പ്രത്യേക പീരീഡിൽ പ്രത്യേകമാക്കപ്പെട്ട സമയത്ത് മെൻസസ് ടൈമിൽ അവര് പറയും, മുടി ചീകാൻ പറ്റുമോ, മുടി വാർന്നു വെക്കാൻ പറ്റുമോ? മെൻസസ് സമയത്ത് മുടി വാരുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല. നേരെ മറിച്ച് മുടി മുറിക്കാൻ പറ്റുമോ? എന്തിനാ മുടി മുറിക്കുന്നത്? സാധാരണ സ്ത്രീകളൊക്കെ മുടി കോലത്തിലല്ലാത്ത സമയത്ത് ചെറിയ സൈഡ് ഇങ്ങനെ വെട്ടിക്കൊടുക്കാറുണ്ട്. ഭംഗിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഒന്ന് കോർവേലാക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതുപോലെ മറ്റു രോമങ്ങൾ വടിക്കാൻ പറ്റുമോ, കളയാൻ പറ്റുമോ, നഖം മുറിക്കാൻ പറ്റുമോ എന്നൊക്കെ. സഹോദരിമാരോട് ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നാം കൃത്യമായി പാലിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് തെക്കുവയുണ്ടാവുക. അല്ലാഹു തആല അത് ഇഷ്ടമില്ലാത്ത പ്രവർത്തനമാണ്. ആ സമയത്ത് നഖം മുറിക്കുന്നത്, ആ സമയത്ത് മുടി വെട്ടുന്നത്, ജനാപത്തുകാരനും ശ്രദ്ധിക്കണം, ആ സമയത്ത് മുടി വെട്ടുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ആഖിറത്തിൽ ആ മുടിയും നഖമൊക്കെ വരും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നഖം മുറിക്കുന്നത് നല്ലതല്ല. മാക്സിമം 15 ദിവസമല്ലേ നമുക്ക് ശ്രമിക്കേണ്ടതുള്ളൂ. കുറച്ച് ക്ഷമിച്ചാൽ നമ്മുടെ കാര്യം നേടാമല്ലോ. കറാഹത്ത് ആണ് ആ സമയത്ത് ചെയ്യുന്നതിന്റെ വിധി. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാനുള്ളതാണ്. അത് ചെയ്യാതിരുന്നാലാണ് കൂലി. വെറുതെ ഫ്രീ ആയിട്ട് ഇരുന്നാൽ മതി, എന്നാ കൂലി. ചെയ്താൽ ശിക്ഷയില്ല, പക്ഷെ ചെയ്യാതിരുന്നാൽ കൂലി. അപ്പൊ പിന്നെ ഉസ്താദ് കുറെ കാര്യങ്ങൾ ചെയ്യാതിരുന്ന കൂലി കിട്ടൂലേ? അല്ല, ഓരോ സാഹചര്യങ്ങൾ എത്തിയിട്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് കൂലി ലഭിക്കുന്നത്. ഇപ്പോൾ ഹൈദുകാരിയായി, നിഫാസുകാരിയായി, ജനാപത്തുകാരനായി ആ സമയത്ത് മുടി മുറിക്കാതിരിക്കുക, മുടി വെട്ടാതിരിക്കുക, നഖം വെട്ടാതിരിക്കുക, ആ സമയം അതുകൊണ്ടാണ് കൂലി. അല്ലെങ്കിൽ വെറുതെ ഒരു കാരണമില്ലാതെ കൂലി കൊടുക്കുന്നതല്ല. വെറുതെ ഒരു സമയത്ത് മുടി വെട്ടിട്ടുന്നില്ല എന്ന് കൂലി എടുക്കുന്നല്ല. ചെയ്യാതിരിക്കുമ്പോൾ ആ സാഹചര്യം എത്തിയിട്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് കൂലി. സുബ്ഹാനല്ലാഹ്, സുന്നത്ത് എടുക്കാന്ന് പറയും, ചെയ്യാതിരിക്കൽ സുന്നത്താണ്. കറാഹത്തിന്റെ ഓപ്പോസിറ്റ് പലപ്പോഴും സുന്നത്താണ്. അപ്പൊ ചെയ്യാതിരിക്കുന്നത് കൂലിയാണ്, പ്രതിഫലമുള്ള ഒന്നാണ്. ഇനി ആർത്തവ സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ആർത്തവ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റൂലേ? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അശുദ്ധി സമയത്ത് പാരായണം ചെയ്യാൻ പാടില്ല, ഓതാൻ പാടില്ല, ഹറാമാണ്. ഖുർആൻ തീരെ ഓതാൻ പറ്റൂല എന്ന് തന്നെയാണ് നിയമം. അപ്പൊ ഉസ്താദെ, ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലണ്ടേ? ബിസ്മി ചൊല്ലണം ഭക്ഷണം കഴിക്കുമ്പോ. പക്ഷെ ഖുർആൻ എന്ന് നീ ലക്ഷ്യം വെക്കാൻ പാടില്ല. അവിടെ ദിക്ർ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന ദിക്ർ ചൊല്ലണം. അത് ഖുർആനിലെ ആയത്താണ്. ഖുർആൻ ലക്ഷ്യം വെക്കാതെ ആ ദിക്ർ ചൊല്ലണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലണം. ഇതൊക്കെ ദിക്റാണ്. അപ്പൊ ദിക്റുകൾ എന്ന ലക്ഷ്യത്തിൽ ഖുർആനിൽ നിന്ന് നമുക്ക് ചൊല്ലാം. പക്ഷെ ലക്ഷ്യം ദിക്ർ എന്നാകണം. ഖുർആൻ എന്ന ലക്ഷ്യത്തിൽ പാടില്ല, ചെയ്യൽ ഹറാമാണ്. ഒരർഫ് ഖുർആൻ എന്ന ലക്ഷ്യത്തിലായി ചൊല്ലിയാൽ ഹറാമാണ്. എന്നാൽ ഈ സമയത്ത് മജ്‌ലിസുകളിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഹൈദ് സമയത്ത് മജ്‌ലിസുകളിൽ പങ്കെടുക്കാൻ പറ്റുമോ? ദിക്റിന്റെ മജ്‌ലിസുകളിൽ, സ്വലാത്തിന്റെ മജ്‌ലിസുകളിൽ, വഅദ് പരമ്പരയുടെ മജ്‌ലിസുകളിൽ. ഇപ്പോൾ ലോക്ക്ഡൌൺ ആയിട്ട് ഓൺലൈനാണ്, അല്ലാത്ത സമയത്ത് ഓഫ്ലൈനാണ്. അപ്പൊ ഓഫ്ലൈൻ മജ്‌ലിസുകളിലേക്ക് പങ്കെടുക്കാൻ പറ്റുമോ? എന്നാൽ സഹോദരി, ആ സമയത്ത് അത്യാദി നല്ല മജ്‌ലിസുകളിൽ പങ്കെടുക്കൽ ഗുണകരമല്ല. നേരെ മറിച്ച് ഓൺലൈനിൽ പങ്കെടുക്കുന്നത് വിരോധമില്ല. നിന്റെ ശരീരത്തോടൊപ്പം നീ ഒരു സ്ഥലത്തേക്ക് പോകൽ അത് നല്ലതല്ല. പോയത് ഹറാമെന്നല്ല, പോകൽ നല്ലതല്ല. ഏതായാലും പള്ളിയിലേക്ക് ആ സമയത്ത് പോകാൻ പറ്റൂല. ചില മക്കാമുകളൊക്കെ പള്ളിയോട് ചേർക്കപ്പെട്ടിട്ടായിരിക്കും. ചില മക്കാമിന്റെ ഒരു ഭാഗം പള്ളിയിൽ തന്നെയായിരിക്കും. അവിടെ അപ്പോൾ സിയാറത്ത് ചെയ്യാനും പറ്റൂല. മക്കാം പള്ളിയിൽപ്പെട്ട മക്കാമാണെങ്കിൽ ആ പള്ളിയിൽ പോയി സിയാറത്ത് ചെയ്യാൻ പറ്റൂല. മസ്ജിദുൽ ഹറാമിൽ, മസ്ജിദുൽ അഖ്സയിലൊക്കെ
അതിന്റെ പരിസരത്ത് മസ്ജിദിനോട് ചേർക്കപ്പെട്ടുകൊണ്ട് മക്കാമുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അതെല്ലാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഹൈദ് സമയത്ത് പിന്നെ എന്താണ് ചൊല്ലേണ്ടത്? ഹൈദ് സമയത്ത് ധാരാളം സ്വലാത്ത് ചെല്ല, ധാരാളം ദിക്റുകൾ ചെല്ല, ധാരാളം മറ്റു കർമ്മങ്ങൾ ചെയ്യാം. വെറുതെ ഇരിക്കണ്ട. അപ്പൊ നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരു തസ്ബീഹമാല എടുത്ത് 100 സ്വലാത്ത് ചൊല്ലിക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആയത്തിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും സ്വലാത്തുകൾ ചൊല്ലിക്കോ. ഖുർആൻ ഓതേണ്ടതില്ല, നിസ്കരിക്കേണ്ടതില്ല, ഒരുപാട് ദിക്റും സ്വലാത്തും ഇങ്ങനെ ചൊല്ലണം. ചില സ്ത്രീകളൊക്കെ മനസ്സിലാക്കിയത് ഹൈദ് സമയത്ത് സീരിയൽ കണ്ടാൽ മതി, ഓൺലൈനിൽ നിന്ന് മോശപ്പെട്ട എന്തെങ്കിലും കണ്ടാൽ മതി, സിനിമ കണ്ട് ആസ്വദിച്ചാൽ മതി, സ്വലാത്ത് ചെല്ലാൻ പറ്റൂല. ചില ആളുകൾ മനസ്സിലാക്കിയത് ഏത് സ്വലാത്താവട്ടെ, താജ് സ്വലാത്താവട്ടെ, ആദം സ്വലാത്താവട്ടെ, നാരി സ്വലാത്താവട്ടെ, ഇനി സ്വലാത്തുൽ ഫാത്തിഹ്, ഇങ്ങനെ ഒരുപാട് സ്വലാത്തുൽ ഫാത്തിഹ, ഒരുപാട് സ്വലാത്തുൽ നസ്ർ, ഒരുപാട് സ്വലാത്തുകളുണ്ട്. ഏത് സ്വലാത്തും നിങ്ങൾക്ക് ഹൈദ് സമയത്ത് ചൊല്ലാം, യാതൊരു വിരോധവുമില്ല. ചൊല്ലാൻ നല്ല ചൊല്ലണം. കാരണം നമുക്ക് അപ്പൊ ഖുർആൻ ഓതാൻ കഴിയുന്നില്ലല്ലോ, അപ്പൊ നിസ്കരിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ നിസ്കാരവും ഖുർആനോത്തും ഇല്ലാത്ത സാഹചര്യമാകുമ്പോൾ ഇബ്ലീസ് നമ്മുടെ ശരീരത്തിൽ വരാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ആ ഇബ്ലീസിന്റെ ഷർറ് നിന്ന് കാക്കാൻ വേണ്ടി ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലണം. ആ സമയത്ത് പ്രത്യേകിച്ച് കൂടുതൽ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ചാൻസ് കിട്ടുക. അപ്പൊ നമ്മൾ കൂടുതൽ ഉപകരിക്കണം. സാധാരണ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകൾ ചൊല്ലണം, വിരോധമില്ല. സുബ്ഹാനല്ലാഹ് ചൊല്ലണം, അൽഹംദുലില്ലാഹ് ചൊല്ലണം, അല്ലാഹു അക്ബർ ചൊല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. അതുപോലെ മറ്റു ദിക്റുകളൊക്കെ ചൊല്ലണം, എല്ലാ ദിക്റുകളും ചൊല്ലണം. എന്നാൽ നമ്മുടെ മക്കൾ ഇപ്പോൾ വീട്ടിലാണല്ലോ പഠനമുള്ളത്. ആ സമയത്ത് ഓൺലൈൻ ക്ലാസ്സിലൂടെ ഖുർആൻ മക്കൾക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? പലരും ചോദിച്ച ചോദ്യമാണ്. ആ സമയത്ത് ഖുർആൻ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ അവരോട് ഓതാൻ വേണ്ടി പറയാം. ഖുർആൻ നിങ്ങൾ ഹൈദുകാരിയായ സ്ത്രീകൾ ഓതിക്കൊടുക്കാൻ പാടില്ല. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഖുർആൻ കിട്ടുമല്ലോ, അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയയിൽ നിന്ന് ഖുർആൻ കിട്ടുമല്ലോ, അവർക്കത് വെച്ചു കൊടുത്താൽ മതി, അവർ കേട്ടോട്ടെ. നിങ്ങൾ കേൾക്കുന്നത് കൊണ്ട് വിരോധമില്ല, നിങ്ങൾക്ക് ഖുർആൻ കേൾക്കുന്നത് കൊണ്ട് വിരോധമില്ല. ആ സമയത്തും ഖുർആൻ കേൾക്കൽ പുണ്യമാണ്, ഖുർആനിലേക്ക് നോക്കൽ പുണ്യമാണ്. നിങ്ങളുടെ വീട്ടിലെ മകൻ ഖുർആൻ ഓതുന്നുണ്ട്, അവന്റെ അടുത്ത് ഇരിക്കുക, എന്നിട്ട് ഖുർആൻ ഓതുമ്പോ അവനെ ഇങ്ങനെ കേൾക്കുക, പുണ്യമാണ്. തെറ്റുണ്ടെങ്കിൽ പറയാണ് നിനക്ക് തെറ്റുണ്ട്. എന്താ തെറ്റുള്ളത്? തെറ്റുള്ളത് എന്താന്ന് നിങ്ങൾ തെറ്റ് തിരുത്തി കൊടുക്കേണ്ട ഖുർആൻ ലക്ഷ്യമാകും. അപ്പോൾ നിങ്ങൾ തൽക്കാലം അത് വോയിസോ മറ്റോ ഉണ്ടാകും, യൂട്യൂബിൽ ഉണ്ടാകും, അത് ഇട്ട് കൊടുക്കുക. ക്ലാസ്സുകളൊക്കെ യൂട്യൂബിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. മദ്രസ മീഡിയയും സമസ്തയൊക്കെ ക്ലാസ്സുകളുള്ളത് യൂട്യൂബിലൂടെയാണ്. അത് ഇട്ട് കൊടുത്താൽ മതി, അവർക്ക് കിട്ടും. അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ഓതിപ്പിക്കുക, നിങ്ങളോ ഓത്ത് കേൾക്കുക. ഇപ്പോഴാണ് ഓത്ത് കേൾക്കാനൊക്കെ ഉള്ള സൗകര്യം. മറ്റേ സമയത്ത് നിങ്ങൾ ഓതായിരുന്നു, ഓത്ത് കേൾക്കാൻ സൗകര്യമില്ല. പരമാവധി നല്ല സൽക്കർമ്മങ്ങൾ ഹൈദ് സമയത്തും ചെയ്യണം. ചെയ്യാൻ പറ്റാത്തതൊന്നും ചെയ്യേണ്ടതില്ല. വുദു എടുക്കാൻ പറ്റുമോ? പലരുടെയും സംശയമാണ്. രാത്രിയിൽ ഉറങ്ങാൻ നേരത്തെ എപ്പോഴും വുദു എടുക്കുന്ന പെണ്ണ ഹൈദ് സമയത്ത് വുദു എടുക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചല്ലോ, വുദുവോടുകൂടി മരണപ്പെട്ടാൽ അവൻക്ക് പ്രത്യേകിച്ച് ഫലമുണ്ട്. ആ യഥാർത്ഥത്തിൽ നല്ല വുദുവോടുകൂടി ഒരാൾ, ഒരു പെണ്ണോ ഒരാണോ മരിച്ചാൽ അവർക്ക് സ്വർഗമുണ്ടെന്നൊക്കെ ഹദീസിലുണ്ടല്ലോ. അപ്പൊ വുദു എടുത്തതിന്റെ ഫലം നമുക്ക് കിട്ടോ? വുദു എടുക്കാൻ പറ്റുമോ? ഞാൻ ഒന്നും കൂടെ പറയുന്നു, ആ സമയത്ത് വുദു എടുക്കുന്നത് എന്തിനാണ്? വുദു എടുക്കുന്നത് ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം എന്നുള്ള പ്രവർത്തനം ആ സമയത്ത് നടക്കുകയില്ല. ജനാബത്ത് കൊണ്ട് ഹറാമാകുന്ന സർവ്വകാര്യങ്ങളും ഹൈദ് കൊണ്ടും ഹറാമാകുന്നു. ജനാബത്ത് കൊണ്ട് ഹറാമാകുന്നതിനേക്കാൾ കൂടുതൽ ഹൈദ് കൊണ്ടും നിഫാസ് കൊണ്ടും ഹറാമാകേണ്ടതാണല്ലോ. എന്നിട്ട് പറയാണ്, തുഹ്ഫയിലാണ് ഈ ഇബാറത്ത് കാണുന്നത്. എന്താണ് ഉള്ളത്? ഹൈദുകാരിക്കും ജനാബത്തുകാരിക്കും നിഷിദ്ധമായ എല്ലാ കാര്യങ്ങളും ഹറാമാണ്. അതിന് പുറമെ ആരാധനാ നിയത്തോടുകൂടെ ശുദ്ധിയാകൽ, അത്വഹാറത്തു, ശുദ്ധിയാകൽ ഹറാമാണ്. ശുദ്ധിയാകൽ എന്ന് പറഞ്ഞാൽ വുദു എടുക്കൽ ഹറാമാണ്. അപ്പോൾ രാത്രി എല്ലാ ദിവസവും കിടക്കുന്നതിന്റെ മുമ്പ് ശുദ്ധിയാക്കി വുദു എടുത്ത് മിസ്വാക്ക് ചെയ്ത് കിടക്കുന്ന പെണ്ണാണെങ്കിൽ ആ പെണ്ണ് എന്ത് ചെയ്യണം? എന്നാൽ ആ പെണ്ണ് രക്തം നിന്നതിന് ശേഷം വുദു എടുക്കാം. രക്തം നിൽക്കാതെ വുദു എടുക്കാൻ പാടില്ല. എന്നാൽ വുദു എടുക്കാൻ പറ്റും.
ഒരു സമയമുണ്ട്. ഹൈദുകാരിക്ക് തന്നെ വുളു എടുക്കാൻ പറ്റും. 2 സാഹചര്യമാണ് ഉള്ളത്. പെരുന്നാളിന്റെ കുളി, ചെറിയ പെരുന്നാളാകട്ടെ വലിയ പെരുന്നാളാകട്ടെ, ആ പെരുന്നാളിന്റെ കുളിക്ക് മുമ്പ് വുളു എടുക്കൽ സുന്നത്താണ്. അത് ഹൈദുകാരിയാണെങ്കിലും നിഫാസുകാരിയാണെങ്കിലും പെരുന്നാളിന്റെ കുളിക്ക് മുമ്പ് വുളു എടുക്കൽ സുന്നത്താണ്. സാധാരണ കുളിക്ക് മുമ്പ് വുളു എടുക്കൽ സുന്നത്തില്ല, ഹറാമാണ്. രക്തം നിന്നതിന് ശേഷം കുളിക്കുന്നതിന്റെ മുമ്പ് വുളു എടുക്കുന്നതിന് വിരോധവുമില്ല. എന്നാൽ ഹജ്ജിന്റെ കുളി, ഹജ്ജ് കർമ്മം നിർവഹിച്ചതിന് ശേഷം കുളിയുണ്ട്. ഹജ്ജിന്റെ കുളി, ആ കുളിക്കു വേണ്ടിയും വുളു എടുക്കൽ സുന്നത്താണ്. ഇതല്ലാതെ മറ്റു സമയങ്ങളിൽ വുളു എടുക്കൽ ഹൈദുകാരിക്ക് സുന്നത്തില്ല, മാത്രമല്ല ഹറാമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നും എടുത്തു വരുന്ന ഒരു അമലാണ് വുളു എടുക്കൽ എങ്കിൽ പോലും അള്ളാഹു ഫലം നൽകും. ചെയ്യുന്ന പ്രവർത്തനം ആ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. വുളു എടുക്കാൻ, ഹൈദുകാരിക്ക് വുളു എടുക്കാൻ പാടില്ല. പലർക്കും അറിയാത്തൊരു സംശയമാണ്. നിസ്കരിക്കാൻ പറ്റൂല കേട്ടിരിക്കുന്ന ഉസ്താദ്, വുളു എടുക്കാൻ പറ്റൂല എന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പലരും പറഞ്ഞ മറുപടിയാണ്. ഏതായാലും ഇങ്ങനെയാണ് മതവിധി. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് ആഖിറത്തിൽ വലിയ സന്തോഷം നൽകുമാറാവട്ടെ. നല്ല റാഹത്തോടുകൂടി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് അവസരം നൽകുമാറാവട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.